നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സിനിമാ പാട്ടിൽ പറഞ്ഞ പോലെ ഗൽബിൽ തേനൊഴുകുന്ന കോഴിക്കോട്, ഭക്ഷണത്തിനും കലയ്ക്കും സാഹിത്യത്തിനും പേര് കേട്ട കോഴിക്കോട്. പക്ഷെ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഒട്ടും പിടിതരാത്ത ഒരു ചെങ്ങായിയാണ് കോഴിക്കോട്. 18 വർഷങ്ങളായി കോൺഗ്രസിന്റെ ഒറ്റ MLA പോലും കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നും ഉണ്ടായിട്ടില്ല. അതേസമയം ലോക്സഭയുടെ കാര്യത്തിൽ കഴിഞ്ഞ 15 വർഷമായി കോൺഗ്രസിന്റെ കൈക്കുമ്പിളിലാണ് കോഴിക്കോട്. ചുരുക്കി പറഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലതുപക്ഷവും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷവുമാകുന്ന കോഴിക്കോടിന്റെ വൈവിധ്യങ്ങൾ പോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ മണ്ഡലത്തിൽ സ്വാധീനമുണ്ട്. CPM, കോൺഗ്രസ്, BJP, മുസ്ലിം ലീഗ് എന്നിവയ്ക്ക് പുറമെ ജനതാദൾ, NSP തുടങ്ങിയ പാർട്ടികൾക്കും കോഴിക്കോട് നല്ല വേരുണ്ട്. തുടർച്ചയായ 4ാം ജയം തേടിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി MK രാഘവൻ കോഴിക്കോട് എത്തുന്നത്. ഇത്തവണ ഏത് വിധേനയും കോഴിക്കോട് തിരികെ പിടിക്കാനായി രാജ്യസഭ MP കൂടിയായ എളമരം കരീമിനെയാണ് CPM രംഗത്തിറക്കിയത്. മണ്ഡലത്തിലെ BJP വോട്ടുകൾ ഏകീകരിക്കാനും ശക്തമായ മത്സരം കാഴ്ചവെക്കാനുമായി പ്രമുഖ നേതാവായ MT രമേശിനെ തന്നെയാണ് BJP കോഴിക്കോട് ഇറക്കിയത്. കോൺഗ്രസിന്റെയും ലീഗിന്റെയും വോട്ടുകൾ ഏകീകരിച്ച് വിജയം നേടാൻ കഴിയുമെന്നാണ് MK രാഘവന്റെ വിശ്വാസം. എന്നാൽ കോഴിക്കോടുമായി ചിരകാല ബന്ധമുള്ള എളമരം കരീം പരമ്പരാഗത ഇടതുപക്ഷ വോട്ടുകൾക്കൊപ്പം തൊഴിലാളി വോട്ടുകൾ കൂടി ഏകീകരിച്ച് വിജയത്തിലെത്താമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 1951-52 വർഷങ്ങളിലായി നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ തന്നെ ഞെട്ടിച്ച മണ്ഡലമാണ് കോഴിക്കോട്. അന്ന് കോൺഗ്രസിന് വെല്ലുവിളിയായി കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി സ്ഥാനാർത്ഥിയായ അച്യുത ദാമോദരൻ മേനോൻ ആയിരുന്നു ആദ്യ വിജയ്. പിന്നീട് 1957 നടന്ന തെരഞ്ഞെടുപ്പിൽ KP കുട്ടിക്കൃഷ്ണൻ നായരുടെ കോൺഗ്രസ് സീറ്റ് തിരികെ പിടിച്ചു. 62 CH മുഹമ്മദ് കോയ, 1967, 1971 വർഷങ്ങളിൽ ഇബ്രാഹിം സുലൈമാൻ സേഠ് എന്നിവർ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളായും വിജയിച്ചു. 1977 കോൺഗ്രസിന്റെ VK സയ്യിദ് മുഹമ്മദ് വിജയായി. എന്നാൽ 1980 ആദ്യമായി EK ഇമ്പച്ചിബാവയിലൂടെ ഇടതുപക്ഷം ആദ്യമായി കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചു. പിന്നീട് KG അടിയോടി, K മുരളീധരൻ എന്നിവർ മണ്ഡലത്തിൽ നിന്ന് പാർലമെന്റിലെത്തി. 1996 ജനതാദൾ സ്ഥാനാർത്ഥിയായി MP വീരേന്ദ്രകുമാർ വിജയിച്ചുവെങ്കിലും 1998-ലും 99-ലും കോൺഗ്രസ് മണ്ഡലം തിരികെ പിടിച്ചു. 2004 MP വീരേന്ദ്രകുമാർ വീണ്ടും വിജയം നേടി. 2009 നിലവിലെ MP ആയ MK രാഘവൻ ആദ്യമായി മണ്ഡലത്തിൽ നേരിയ ഭൂരിപക്ഷത്തിന് അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസിനെ പരാജയപ്പെടുത്തുന്നത്. CPMലെ വിഭാഗീയതയും അപരസ്ഥാനാർത്ഥിയുമായിരുന്നു ഇടതുപക്ഷത്തിനെ അന്ന് തോൽപ്പിച്ചതെങ്കിൽ പിന്നീട് അങ്ങോട്ടുള്ള ലോക്സഭാ മത്സരങ്ങളിൽ MK രാഘവൻ തന്റെ ജനകീയത ഉയർത്തുകയും ലീഡ് നില ഉയർത്തി രാഘവേട്ടൻ ഇമേജിലൂടെ വിജയിച്ച് കയറുകയുമായിരുന്നു. 7 നിയമസഭാ മണ്ഡലങ്ങളാണ് കോഴിക്കോട് ലോക്സഭയിലുള്ളത്. കോഴിക്കോട് സൗത്ത്, കോഴിക്കോട് നോർത്ത്, ബേപ്പൂർ, ബാലുശ്ശേരി, ഏലത്തൂർ, കുന്നമംഗലം, കൊടുവള്ളി എന്നിവയാണ് ഇത്. നിലവിൽ കൊടുവള്ളി നിയോജക മണ്ഡലം മാത്രമാണ് UDF മുന്നണിക്ക് ഒപ്പമുള്ളത്. ബാലുശ്ശേരി, കോഴിക്കോട് നോർത്ത്, ബേപ്പൂർ മണ്ഡലങ്ങളിൽ CPMഉം ഏലത്തൂരിൽ NSPയും കോഴിക്കോട് സൗത്തിലും കുന്നമംഗലത്തും KNLുമാണ് ഭരിക്കുന്നത്. 2024 ആർക്കൊപ്പം? ഇഞ്ചോടിഞ്ച് മത്സരമാണ് 2024 കോഴിക്കോട് നടക്കുന്നത്. CPMന്റെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥികൾ ഒരേപോലെ മണ്ഡലത്തിലെ ജനപ്രിയർ. കഴിഞ്ഞ 15 വർഷം കൊണ്ട് താൻ മണ്ഡലത്തിലുണ്ടാക്കിയ ജനകീയ കൈമുതലാക്കിയാണ് MK രാഘവൻ 4ാമതും മത്സരത്തിനിറങ്ങുന്നത്. എന്നാൽ 15 വർഷമായി മണ്ഡലത്തിൽ വികസനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്നാണ് CPM ചൂണ്ടിക്കാണിക്കുന്നത്. വിജയസാധ്യതയില്ലെങ്കിലും പരമാവധി വോട്ടുകൾ നേടി താങ്കളുടെ വോട്ട് ബാങ്ക് ഉറപ്പിക്കുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. MK രാഘവന്റെ ഏട്ടൻ ഇമേജിനെതിരെ തുടക്കത്തിൽ എളമരം കരീം ഇക്ക ഇമേജ് വെച്ച് പ്രചാരണം ആരംഭിച്ചുവെങ്കിലും പ്രചാരണത്തിന്റെ 2ാം ഘട്ടത്തിൽ വിമർശനങ്ങൾ ഉയർന്നതോടെ കരീം വീണ്ടും കരീമായി മാറി. രാഷ്ട്രീയവും വികസനവും ചർച്ചയാകുന്നതിനൊപ്പം മതസാമുദായിക ഘടകങ്ങളും കോഴിക്കോട് വോട്ടിന്റെ ഭാഗമാകും. ഇരു സംസ്ഥകൾക്കും വലിയ സ്വാധീനമുള്ള കോഴിക്കോട് ലോക്സഭയിൽ തന്നെയാണ് കാന്തപുരം നേതൃത്വം നൽകുന്ന മർക്കസ് സ്ഥിതി ചെയ്യുന്നത്. CA, പൗരത്വ രജിസ്റ്റർ തുടങ്ങിയവയിലെടുത്ത ശക്തമായ നിലപാടുകൾ താങ്കൾക്ക് വോട്ടുകളായി മാറുമെന്നാണ് CPM വിലയിരുത്തുന്നത്.